അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ളവരെ, കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ട്. എന്തായാലും പുതിയൊരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് അധികം വിശദീകരണങ്ങൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, വീഡിയോയിലേക്ക് കിടക്കാം. നൂറെ ഹബീബുമായി ബന്ധപ്പെട്ട അവസാന വീഡിയോ ആണിത്. ഇനി എൻ്റെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിനെതിരായിട്ടോ അല്ലാതെയോ ഒരു വീഡിയോ ഉണ്ടാകുന്നതല്ല. സങ്കടമായി, സത്യം പറഞ്ഞാൽ കേട്ടാൽ സങ്കടം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമായിപ്പോയി. നൂറെ ഹബീബിനെതിരെ ഇനി അൻസാരി സുഹരി വീഡിയോ ചെയ്യൂല എന്ന് പറഞ്ഞത്. എന്താ ചെയ്യുക, നല്ലൊരു മൈലേജ് കിട്ടീനെ, അല്ലെങ്കിൽ നൂറെ ഹബീബിനെ ശ്രദ്ധിക്കാത്ത ആളുകൾ പോലും ശ്രദ്ധിച്ച കുറച്ച് വീഡിയോകളാണ് മൂപ്പര് ഇട്ടിട്ടുള്ളത്. എന്തായാലും ആ വീഡിയോകളൊക്കെ നിർത്തുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ നൂർ ഹബീബിന് കിട്ടുന്ന ആ മൈലേജ് നഷ്ടപ്പെട്ടു പോകും. എന്തായാലും സാരമില്ല, നൂർ ഹബീബ് എന്തായാലും ഇപ്പോൾ ഉള്ള ഇതുപോലെ അങ്ങനെ മുന്നോട്ട് പോട്ടല്ലേ. എന്തായാലും ഉസ്താദിന് ബാക്കി എന്താ പറയാനുള്ളത് നമുക്ക് കേട്ടു നോക്കാം. കണ്ടോളി. കൊടിമരം കാണാനും പൈസ ഇടാനും ഞങ്ങളെ വിശ്വാസമാണ്. ഞങ്ങളിടും. ഞാൻ പറഞ്ഞിടാൻ പറ്റൂല. ഞങ്ങളെ വിശ്വാസം ഞങ്ങളിടും. ഞങ്ങൾ ആരാധിക്കണമെന്നില്ല, ഞങ്ങൾ ഈ പൈസ ഇടും. കണ്ടല്ലോ നിങ്ങൾ. കണ്ടു. അതിലെന്താ പ്രശ്നം? എന്താണ് ഉസ്താദ് പറഞ്ഞ പ്രശ്നം എന്താണെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കുറേ ആളുകൾ ഇത് ഏറ്റിപ്പിടിച്ച് പൊന്തിച്ച് ഭയങ്കര സംഭവമാക്കി പറയുന്നുണ്ട്. പക്ഷേ ആ വീഡിയോ ഉസ്താദ് ആരയച്ചെന്നതാണെങ്കിലും അതിൻ്റെ മുൻപ് എന്താണ് തങ്ങൾ പറഞ്ഞത് എന്നും ആ പറഞ്ഞതിന് ശേഷം എന്താണ് എന്നുള്ളതും കൂടി ഉസ്താദ് ശ്രദ്ധിക്കേണ്ടീനി. ഇനി ഉസ്താദ് അത് കട്ട് ചെയ്തിട്ടായിട്ടത് എങ്കിൽ ഉസ്താദ് എന്താക്കേണ്ടീനി, അതിൻ്റെ ഇടയിൽ തങ്ങളൊരു കാര്യം പറയുന്നുണ്ട്, അതും കൂടി കട്ട് ചെയ്യേണ്ടീനി. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി വന്നീന് ആളുകൾക്ക്. ഇതിപ്പോൾ അതിൻ്റെ ഇടയിൽ തങ്ങൾ പറയുന്നൊരു കാര്യമില്ലേ, ശ്രദ്ധിച്ചില്ല അല്ലേ? കാണിച്ചു തരാം. ആദ്യം പറഞ്ഞത് കൊടിമരത്തെ ഞങ്ങൾ ആരാധിക്കുന്നില്ലല്ലോ എന്നാ പറഞ്ഞു. ആദ്യം പറഞ്ഞത് തങ്ങൾ പറഞ്ഞത് കൊടിമരത്തെ ഞങ്ങൾ ആരാധിക്കുന്നില്ലല്ലോ എന്നാണ് പറഞ്ഞത്. പക്ഷെ തങ്ങൾ അങ്ങനെയല്ല കേട്ടോ പറഞ്ഞത്. കൊടിമരത്തെ ആളുകൾ വന്ന് ആരാധിക്കുന്നു എന്ന് തോന്നിയപ്പോൾ അതിന് ഒരു കവചം പോലെ ഒരു കെട്ട് കെട്ടി എന്നാണ് കേട്ടോ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും തങ്ങൾ പറഞ്ഞത് ഉസ്താദിൻ്റെ വീഡിയോയിലുള്ളത് തന്നെ നമുക്ക് കേട്ടോക്കാം. പിടിച്ചിട്ടുണ്ടല്ലേ വലിയ രീതിയിൽ ആരാധിക്കുക. പിന്നെ പറഞ്ഞത് ആളുകൾ അത് കെട്ടിപ്പിടിച്ച് ആരാധിക്കുന്നുണ്ട് എന്നുള്ളത്. വിഷയത്തിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. അത് തങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടല്ലേ അതിനൊരു കവചം സൃഷ്ടിച്ചുകൊണ്ട് ആ ആരാധനയെ തടയാനും അവിടെ വന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യരുത് എന്ന് പറഞ്ഞ് വിലക്കിയിട്ടുള്ളതും തങ്ങൾ തന്നെയല്ലേ ഉസ്താദേ? ഇതുപോലെ തന്നെ കൊടിമരത്തിൽ പണമിടാൻ പാടില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഫോണിൽ. ഉണ്ട്, നമ്മളൊക്കെ കേട്ടേക്കൂല്ലേ? ആ വീഡിയോ ഒക്കെ നമ്മൾ കിടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് തങ്ങൾ എന്താക്കി, തങ്ങൾക്ക് ഉസ്താദ് വിളിച്ചു എന്നാണ് പല ആളുകളും പ്രചരിപ്പിക്കുന്നത്. അല്ലട്ടോ, തങ്ങൾക്കെതിരെ ഈ ഉസ്താദ് ആദ്യം ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോ ചെയ്തപ്പോൾ തങ്ങൾ ഈ ഉസ്താദ് എല്ലാ ഉസ്താദുമാരെ പോലെ അല്ല, നമ്മൾ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കിയാൽ ആ ഉസ്താദിന് മനസ്സിലാവും. അത് മനസ്സിലായിട്ടില്ല, നമുക്ക് നേരിട്ട് ആ ഉസ്താദിനോട് തങ്ങളെ വീട്ടിലേക്ക് വരാൻ ക്ഷണിക്കാം എന്ന് പറഞ്ഞ് വിളിച്ച കോളാണ്. തങ്ങൾ ഉസ്താദിനെ വിളിച്ച കോളാണ്. അത് ഇയാളെന്താക്കി, സമ്മതമില്ലാതെ റെക്കോർഡ് ചെയ്ത് വെച്ച് തങ്ങളെ ഒന്നും മറുപടി പറയാൻ പോലും സമ്മതിക്കാതെ ഘോരം മൂസാഖാൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. മൂസാ നബിനി മൂസാഖാനൊക്കെ കൊണ്ടുവരണ്ടേക്കും. എന്തായാലും അതിലൂടെയൊക്കെ നമ്മൾ പോകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി കേട്ടോക്കാം. അത് ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞത് ഞങ്ങളിടും, ഇനിയിടും, അത് ഞങ്ങളുടെ വിശ്വാസമാണ്. ഞാൻ പറഞ്ഞിടാൻ പറ്റൂല. അത് കേട്ടങ്ങള്. ഉസ്താദ് ആദ്യം ഇട്ട വീഡിയോയിൽ പിന്നെ തങ്ങൾ പറയുന്നുണ്ട്, ഇത് ഞങ്ങളെ വിശ്വാസമാണ്, ഞങ്ങൾ ഇടും, പൈസ ഇടും എന്ന് ആര് പറഞ്ഞു? ആളുകൾ തങ്ങളോട് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അവിടെ വരുന്ന ആളുകൾ അങ്ങനെ പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞത് എന്താണ്? ഒന്നുകൂടെ കേൾക്കാം നമുക്ക്. ഞാൻ പറഞ്ഞിടാൻ പറ്റൂല. തങ്ങൾ പറഞ്ഞത് ഇടാൻ പറ്റൂല എന്ന് തന്നെയാണ്. അത് പുറത്തത്തെ വീഡിയോ ഒന്നല്ല, നിങ്ങളെ വീഡിയോ, നിങ്ങൾ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ തങ്ങൾ പറയുന്നുണ്ടായില്ല ഇടാൻ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരു സംഭവം വിവരിക്കുന്നതിനെ ഉസ്താദ് എന്താക്കി, കട്ട് ചെയ്തെടുത്തുകാണ്ട് പിന്നെ ഭയങ്കര സംഭവമാക്കി ഇട്ടു. അങ്ങനെയാണെങ്കിൽ ഉസ്താദിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ഇട്ടുതരാം. അല്ലെങ്കിൽ ഇസ്ലാം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ അവർ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ അഡ്മിൻ സ്ഥാനത്ത് നിൽക്കുന്ന ജമീലാത്താക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന. ഇന്ന് 1000 പേരെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർത്ത സുൽഫത്ത് താത്താക്ക് വേണ്ടി നിരന്തരമായ കണ്ണീർ കുതിർന്ന പ്രാർത്ഥന. ഉറുമ്പ് കയറിയാലും കടന്നു മൂത്രമൊഴിച്ചാലുള്ള ദിക്റുകൾ. മനസ്സിലായല്ലേ? ഉസ്താദിനെ ഒരു അമുസ്ലിം സുഹൃത്ത്, അയാളെ പേരെന്തെന്ന് പറഞ്ഞ് മറന്നുപോയി, എന്തായാലും ഓസ്ട്രേലിയക്കാരനാണ്. ഈ സുഹൃത്ത് വിളിച്ചിട്ട് കുറച്ച് വീഡിയോസ് തങ്ങളത് അയച്ചു കൊടുത്തു. അതുപോലെ ഇസ്ലാമിലേക്ക് മുമ്പ് മതല്ല, അല്ലെങ്കിൽ ഇസ്ലാമിനെ വിമർശിച്ചിരുന്ന കുറച്ച് ആളുകൾ ഇസ്ലാമിനെ പഠിച്ച് ഇസ്ലാമിലേക്ക് വന്നും ചെയ്തു. കേരളത്തിൽ ഇസ്ലാമിൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചിട്ട് ഒരു സുഹൃത്ത് ഉസ്താദിനെ അയച്ചു കൊടുത്ത വീഡിയോ ആണിത്. ആ വീഡിയോ ആണ് പറഞ്ഞാൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണിത്. അതിൽ ഉസ്താദ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്,
എന്ത് വാട്സപ്പ് ഗ്രൂപ്പിലെ അഡ്മിന്മാർക്കുള്ള പ്രത്യേക പ്രാർത്ഥന, പിന്നെ മൂത്രമൊഴിക്കണീനും ഉറുമ്പരിക്കണീനും കുട്ടികൾ കിടക്കയിൽ മൂത്രമൊഴിക്കണീനെ ഉറുമ്പരിക്കണീനൊക്കെയുള്ള ദിക്റുകൾ, ഇതൊന്നും വേണ്ടാന്നാണ് ഇപ്പം നിങ്ങൾ പറയുന്നത്. അങ്ങനത്തെ ഒന്നുമില്ലേ? കുട്ടികൾ മൂത്രമൊഴിക്കണേനും ഉറുമ്പരിക്കണീനൊക്കെ ഇസ്ലാമിൽ. അപ്പോൾ ഇത് ഇസ്ലാമല്ലേ? ഇതാണ് ഇസ്ലാം എന്ന് മൂപ്പരിക്കണം. അപ്പോൾ ഇത് ഇസ്ലാമല്ലേ? ഇസ്ലാമിൽ ഇതൊന്നും ഇല്ലേ? പിന്നെ പറഞ്ഞാൽ ഒരാളൊരു ഉപകാരം ചെയ്തു, അതായത് തങ്ങളുടെ ഗ്രൂപ്പിലേക്ക് കുറച്ച് ആളുകൾ ആഡ് ചെയ്തു, അയാൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണതിന് എന്താ ഉസ്താദ് തെറ്റെന്താണ് ഇതിൽ? അതാണ് മനസ്സിലാവാത്തത്. അതിലെന്താണ് തെറ്റ്? ഒരാളൊരു എനിക്ക് ഉസ്താദ് ഒരു ഉപകാരം ചെയ്തു, ഞാൻ ഉസ്താദിന് നല്ല ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി ദുആ ചെയ്യാം, ഞാൻ അല്ലാണ്ട് ദുആയിരുന്നു, അതിലെന്താ തെറ്റെന്താ? തങ്ങളെ അഡ്മിന്മാർ തങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ആളുകളെ ചേർത്ത് കൊടുക്കുന്നു, അതിന് തങ്ങൾ അവർക്ക് വേണ്ടി ദുആയിരുന്നു, കണ്ണീരിൽ കുതിർന്നു കൊണ്ട് തന്നെ ദുആയിരുന്നു, അതിനിപ്പോൾ എന്താ പ്രശ്നം? എന്താ ഇസ്ലാമിൽ കരഞ്ഞ് തുറക്കാൻ പാടില്ലേ? ഇസ്ലാം കരഞ്ഞ് ദുആ ചെയ്യണതിനെതിരാണോ? ഇനി ഉസ്താദിൻ്റെ കൊടിമര വിശേഷങ്ങളിലേക്ക് കിടക്കുക. നമ്മളെ കൊടിമരം ഇത്രയും നൂർ ഹബീബിൻ്റെ കൊടിമരം ഇത്രയും ഫേമസ് ആക്കിയ ഉസ്താദാണ് അൻസാരി സുഹൈരി ഉസ്താദ്. അതിൽ അന്ന് തങ്ങൾ അൻസാരി സുഹൈറിന് കോൾ ചെയ്യുകയും അതിലുണ്ടായ സംഭാഷണത്തിൻ്റെ സകല ഭാഗങ്ങളൊക്കെ കേൾപ്പിക്കാം. അതൊരു ആരാധന വസ്തുവല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആരാധന വസ്തുവല്ല, ഓക്കെ ശരി. പക്ഷെ അതിന്റെ താഴെ ജനങ്ങൾ പൈസ കൊണ്ടിടുന്നത് ഈ ആരാധന വസ്തു എല്ലാവരും എന്താറോ തങ്ങൾ പറഞ്ഞാണ് ഉസ്താദിനോട്, അത് ആളുകൾ ആരാധിക്കുന്നു എന്ന് തോന്നിയപ്പോൾ ഞാൻ കെട്ടിയതാണ് കേട്ടോ. പിന്നെ പറഞ്ഞാൽ ഉസ്താദ് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സംഭവം നടക്കുന്ന ദിവസം, അതായത് മജ്ലിസിൻ്റെ തലേ ദിവസം ഈ കൊടിമരം കെട്ടി നനക്കാനും വേണ്ടി 2 ദിവസം തേപ്പ് നടക്കുന്നതിന് മുമ്പായിട്ട് ഉള്ള 2 ദിവസത്തിൻ്റെ ഇടയിലാണ് ഈ സംഭവം നടന്നത്. ഈ മജ്ലിസ് നടന്ന ദിവസം ഫെബ്രുവരി മാസത്തിൽ 27-ാം തീയതി തന്നെയാണ് ആ മാസാന്ത മജ്ലിസ് നടന്നത്. ആ ദിവസമാണ് ഈ പൈസ ഇടുന്ന സംഭവം ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് ഫെബ്രുവരി 28 കഴിഞ്ഞ് മാർച്ച് 1-2 ദിവസമായപ്പോൾ ഇങ്ങനെ എന്തായിട്ടുണ്ട്, അത് തേച്ചിട്ടുണ്ട്. അത് തേച്ച് കഴിഞ്ഞിട്ട് അതിൽ മണൽ നിറച്ചിട്ടുണ്ട്. അതിൽ പൈസ ഇടുന്ന പരിപാടിയൊന്നും തങ്ങളെ പ്ലാനിങ്ങിലില്ല. അത് തങ്ങൾ എത്രയോ പ്രാവശ്യം ഉസ്താദിനോട് പറയുന്നുണ്ട്, ഞാൻ അറിയാതെ ആളുകൾ ഇട്ടതാ സംഭവമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഉസ്താദ് എന്താണ്, സമ്മതിക്കൂല. ഞാൻ അറിയില്ല അറിയുമ്പോൾ പറയാം, ആ മറുപടി പോരല്ലോ എന്ന് പറയുന്നത്. അറിയാത്ത കാര്യം പിന്നെ അറിയില്ല എന്നല്ലാതെ പിന്നെ അതിലെന്ത് വിശദീകരണം കൊടുക്കുക? എന്തായാലും ഇത് കേട്ടോക്കെ. ജനങ്ങൾ പൈസ കൊണ്ടിടുന്നതിന് വേണ്ടിയാ? അത് ഞാൻ അറിയില്ല. ആ മറുപടി കൃത്യമായ മറുപടി ആ മറുപടി കൃത്യമായ മറുപടി അല്ലാന്ന്. ഞാൻ അറിയില്ല, അവർ പൈസ ഇട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞാൽ അത് കൃത്യമായ മറുപടി അല്ലാന്ന്. അപ്പോൾ എന്താ ഉസ്താദ് പറയേണ്ടി? ഞാൻ കണ്ടേനു, ഞാൻ ഇടാൻ പറഞ്ഞതാന്ന് പറയേണ്ടിനോ? അങ്ങനെയല്ല സംഭവിച്ച്, ഹക്ക് ഇതാണ്. അപ്പോൾ അത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ പറയാം, ഹായ് അതല്ല മറുപടി, പിന്നെ നിങ്ങൾ പ്രതീക്ഷിച്ച കാര്യം പറയണം എന്നാണ് നിങ്ങൾ പറയുന്നത്. സ്നേഹമുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു കാര്യം എനിക്ക് പറയാം. ഞാൻ പറയട്ടെ, തങ്ങൾ വ്യക്തിപരമായിട്ട് ഒരു കാര്യം ഞാൻ പറയട്ടെ പറയുമ്പോൾ സമ്മതിക്കാതെ ഞാൻ പറയാറുണ്ട്, മൂപ്പര് പറഞ്ഞ അടിച്ചേൽപ്പിക്കുകയാണ്. അപ്പോൾ ഹക്ക് അറിയലെന്നല്ല ഈ ഉസ്താദ്മാരൊന്നും ഉദ്ദേശം, ഹക്കല്ല. ഇവരെന്താ മനസ്സിലാക്കി വെച്ചത്? മനസ്സിലാക്കി വെച്ചത് ആളുകളിലേക്ക് സ്ഥാപിക്കാനുള്ള ശ്രമമാണ്. വ്യക്തിപരമായിട്ട് ഒരു നിഷ്കളങ്കന എനിക്ക് നന്നായിട്ട് അറിയാം. തങ്ങൾ പാവമാണ്, നിഷ്കളങ്കന. പക്ഷെ വേറെ കാര്യം, തങ്ങൾ ജനങ്ങൾക്ക് ഈ കൊടിമരത്തിന്റെ താഴെയൊക്കെ പൈസ കൊണ്ടിടുന്നത് എന്ത് പുണ്യമാണ്? ഈ ഒരു അറിയില്ല കേട്ടോ, കൊടിമരത്തിന്റെ താഴെ കൊണ്ട് പൈസ ഇടുന്നതിന് എന്ത് പുണ്യമാണ് നിസ്താവിക്കുന്നത്. അപ്പൊ തങ്ങൾ അപ്പോഴും പറഞ്ഞു ഞാൻ അറിയില്ല തന്നെയാണ് ഈ പറയണത്. ഞാൻ അറിയില്ല. ഞാനത് ഇട്ട് കഴിഞ്ഞ ശേഷം കണ്ടത്. ഞാൻ എത്തിച്ചതിന് ശേഷം കണ്ടത്. ഞാൻ നോമ്പ് നോക്കിട്ടാ പറയുന്നത്. ഞാനത് അതൊരു മഹത്വമായിട്ട് കാണണ്ടാന്ന്. ഇത് കൊടിമരത്തിന് ജനങ്ങൾ ആരായിരിക്കും തോന്നിയപ്പോൾ അതിനെ തടഞ്ഞതൊരു മഹത്വമായിട്ട് കാണണ്ടെന്ന്. മഹത്തല്ല കാര്യം തന്നെയാണ്. എന്താ സ്ഥലങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഒരു മഹത്വമായിട്ട് കാണണ്ട. ഞാനതില് ആരോടും പൈസ ഇടാൻ പറഞ്ഞിട്ടില്ല. അതിലിപ്പോ ഞങ്ങൾ മറ്റുള്ള മണല് നടക്കാൻ നിൽക്കുകയാണ്. കേട്ടല്ലോ, തങ്ങൾ പറഞ്ഞു വെച്ചത് എന്താണ്? അതിൽ മണൽ നിറക്കാൻ നിൽക്കുകയാണ്. അതിൻ്റെ പ്ലാനിങ് അങ്ങനെ തന്നെയാണ്. അത് ആ ജോലിക്കാരനെ ഏൽപ്പിച്ച സമയത്ത് ചുറ്റിലും വട്ടത്തിൽ കെട്ടിക്കഴിഞ്ഞിട്ട് അത് തേപ്പ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ മണൽ നിറക്കണം. ചന്ദനത്തിരി കുത്താനാട്ടോ, ചന്ദനത്തിരി കുത്താനതിൽ മണൽ നിറക്കണം. അത് തങ്ങൾ പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ ആ കൊടിമരത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയോ? ആ കൊടിമരത്തിൻ്റെതാ ഞാനിതാ സുജായി ആയിട്ട് ആ കൊടിമരത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ അന്നെടുത്തതാ. മണൽ നിറക്കുന്നതിന് മുമ്പ് തേപ്പ് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ നനവും കഴിഞ്ഞതിന് ശേഷം അത് പെയിൻ്റ് അടിച്ചതിൻ്റെ പിറ്റേ ദിവസം ഞാനവിടെ പോയപ്പോൾ ഞാനെടുത്തൊരു ഫോട്ടോ കേട്ടോ. കണ്ടോളൂ, നല്ല മൊഞ്ചായിട്ട് നിൽക്കുകയാണ് ഞാൻ. ഈ ഫോട്ടോ കണ്ടല്ലോ നിങ്ങൾ? ഈ ഫോട്ടോ ഇതാണ് നിലവിൽ അവിടെ ഉള്ള കൊടിമരം. അത് തങ്ങൾ പറഞ്ഞ മാതിരി കറക്റ്റ് തന്നെയല്ലേ? ശരിക്കും നോക്കി അതിൽ പൈസ രാജ സെറ്റപ്പിലാണ് അപ്പോൾ അതുള്ളത്.
അപ്പോൾ അന്ന് ഒരു ദിവസം അങ്ങനെ സംഭവിച്ചു എന്ന് കരുതിയിട്ട് ഉസ്താദ് അതിൻ്റെ ബാക്കിൽ ഒരു സൈക്കിൾ കൊടുത്തുകാണ്ട് കൂടിയിട്ട് ഇങ്ങനെ കുറേ വീഡിയോ ചെയ്തിട്ട് പിന്നെ അവിടെ നടക്കുന്നത് അതാണ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങളെ സ്നേഹപൂർവ്വം തങ്ങൾ വിളിച്ചാലേ വീട്ടിൽ നിങ്ങളിവിടെ വരി, കാര്യങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെടി. നിങ്ങൾക്ക് ഹക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ആ ക്ഷണം സ്വീകരിച്ച് വന്നതിന് ശേഷം എന്നിട്ടും അവിടെ നടക്കുന്നത് നിങ്ങൾ പറഞ്ഞതുപോലെ മഹത്വമില്ലാത്ത കാര്യമാണ്, പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്ത കാര്യമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോഴല്ലേ നിങ്ങൾ ജനങ്ങളോട് പറയേണ്ടത്. സത്യത്തിൽ തങ്ങൾ പറഞ്ഞതല്ലേ കറക്റ്റ്. ഇത് പ്രവാസ ലോകത്ത് പാവപ്പെട്ട മുഅ്മിനീങ്ങൾ പൊന്നു തങ്ങളെ കഷ്ടപ്പെടുന്ന വിയർപ്പൊഴുക്കുന്ന പൈസ. ഈ ഉസ്താദിനോട് ആരോ വന്ന് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്, പ്രവാസ ലോകത്തുള്ള പ്രവാസികൾ കഷ്ടപ്പെട്ട പൈസയാണ് അതിലേക്ക് ഇട്ടത് എന്ന്. ഒന്നെങ്കിൽ ആരോ പറഞ്ഞ് ഉസ്താദിനെ തെറ്റിദ്ധരിപ്പിച്ചു, അതല്ലെങ്കിൽ എന്താക്കി ഉസ്താദിന് വഹി ലഭിച്ചു. നമ്മൾ ആരും അറിയാതെ ഉസ്താദിന് വഹി ലഭിച്ചു. അല്ലാതെ അവിടെ വന്ന ആളുകൾ മുഴുവൻ പ്രവാസികളുടെ ഭാര്യമാരാണെന്നും പിന്നെ അതല്ല പിന്നെ അവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ഇവിടെ കൊടുന്ന് ഇങ്ങനെ സ്ത്രീകൾ നിക്ഷേപിക്കുകയാണെന്നൊക്കെ ഉസ്താദിന് എവിടുന്ന് കിട്ടിയ അറിവാണ്. വെറുതെ അങ്ങോട്ട് പറയല, അവിടെ വന്നൊക്കെ പ്രവാസികളുടെ ഭാര്യമാരാണോ? നിങ്ങൾക്ക് അവിടെ വന്ന ആളുകളൊക്കെ നേരിട്ട് അറിയോ? വെറുതെ ഇതാക്കിയിട്ട് കാര്യമുണ്ടോ? ഇനി ഈ ഉസ്താദിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞുതരാം. ഈ ഉസ്താദെന്നല്ല, പൊതുവേ ഒരുവിധ ഉസ്താദന്മാരൊക്കെ പ്രശ്നം പറഞ്ഞുതരാം. ഹാമിദ് ആറ്റക്കോയ തങ്ങൾക്ക് ആരെങ്കിലും പൈസ കൊടുത്ത് ഭയങ്കര പ്രശ്നമാണ്, അത് ചൂഷണമാണ്, പറ്റിക്കലാണ്, കളവാണ്, വഞ്ചനയാണ് എന്നൊക്കെ ഇവർ പ്രചരിപ്പിക്കും. ഇനി ഇവർ ചെയ്തൊരു സംഭവം കാണാം. കഴിഞ്ഞ വിഷു കാലത്ത് നല്ല സംഭവമാട്ടോ, ഉസ്താദിനെ ഞാൻ എതിര് പറയുമെന്നുള്ളത്, ഇത് ജനങ്ങൾക്ക് സത്യം ബോധ്യപ്പെടാനും വേണ്ടി പറയേണ്ട കാര്യമാണ്. കഴിഞ്ഞ വിഷു കാലത്ത് നിലമ്പൂരുള്ള സുഭാഷ് എന്ന് പറഞ്ഞ സുഹൃത്ത് ഉസ്താദിനെ വീഡിയോ കോൾ ചെയ്തു ഉസ്താദ് സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചു. ആ വീഡിയോയിലേക്ക് കിടക്കാൻ മതി. സന്തോഷം വല്ലാത്ത സന്തോഷം. ഞങ്ങൾക്ക് അതിലേറെ പെരുത്ത് സന്തോഷമാണ്. നിങ്ങൾക്ക് മാത്രമല്ല സന്തോഷം, ഞങ്ങൾക്ക് നല്ല സന്തോഷമാണ്. ആ സന്തോഷം ഹൃദയത്തിൽ അണപൊട്ടി ഒഴുകുകയാണ്. നിങ്ങളോട് കൂടി പങ്കുവച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. സത്യമാണ് ഉസ്താദ്, ഇത് നാട്ടുകാരോട് പറഞ്ഞില്ല എനിക്കൊരു സമാധാനം കിട്ടൂല. ഞാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ച് അതിന്റെ ആഴിയിലേക്ക് ചെന്നപ്പോഴാണ് മനസ്സിലായത്. ആരറിയോ, ഞാൻ നേരത്തെ പറഞ്ഞ സുഭാഷ് കാരന് നിലമ്പൂരുകാരനായ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആഴിയിലേക്ക് ഉസ്താദ് ഇങ്ങനെ കൂളിയിട്ട് ഇങ്ങനെ പോയി നോക്കുമ്പോഴാണ് മനസ്സിലായത് എന്ത്, ആ വീട്ടിൽ ആകെ മോശമാണ് അവസ്ഥ, ലോൺ അടക്കാൻ വരെ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടാണ്, വിഷു ആഘോഷിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു കുടുംബം. സത്യമാണ്, ആ കുടുംബത്തിനെ സഹായിക്കാൻ ഇനി ഉസ്താദ് സഹായിക്കുന്ന രീതിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നാളത്തെ വിഷു ആഘോഷിക്കാനുള്ള ഒരു മാർഗവും ഇല്ല, പ്രയാസങ്ങളും കടങ്ങളും ഒക്കെ കൊണ്ട് വലയാണ്. അങ്ങനത്തെ ഒരു സുഹൃത്തിനെയാണ് ഉസ്താദ് സഹായിക്കാതെ മാർഗമാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. എടുത്ത ഒരു ലോണ് തിരിച്ചടക്കാനുള്ള മാർഗം പോലും ഇല്ലാത്തൊരു മനുഷ്യൻ. അപ്പൊ തന്നെ കോട്ടക്കുള്ള നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം പ്രവാസി മലയാളിയാണ്. ആരാണ് ഉസ്താദ് ഒന്നും കൂടി പറയണേ? കോട്ടക്കലുള്ള ഉസ്താദിന്റെ സുഹൃത്തുണ്ട്, അദ്ദേഹം ആരാണെന്ന് പറഞ്ഞേ? സുഹൃത്തുണ്ട്, അദ്ദേഹം പ്രവാസി മലയാളിയാണ്. ഉണ്ടോ? പ്രവാസി മലയാളിനെ എന്താക്കിക്കാണ്, പീഞ്ഞിക്കാണ് ഉസ്താദ്. എന്തിയാ ഉസ്താദ് നിങ്ങൾ പ്രവാസിനെ വിളിച്ചേ? 5000 റുപ്യ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു പറഞ്ഞു. നിങ്ങൾക്ക് എന്താ ഗൂഗിൾ പേ ഇല്ലേ? നിങ്ങൾക്ക് ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴത്തെ ഉസ്താദുമാരെന്താടാ പറയണേ, ആദ്യത്തെ ഉസ്താദുമാർക്കൊക്കെ ഇത് ഹറാമാണ്, ഇപ്പോഴത്തെ ഉസ്താദുമാർക്കൊക്കെ ഹലാലായ ഒരു കാര്യമുണ്ട്. അതിലിപ്പോൾ ഈ പറഞ്ഞ ഞാനും എന്താക്കിക്കണത് ഹലാലാക്കി വെച്ചു, കാരണം പൈസ ഇടുന്ന കാര്യമാണല്ലോ. പിന്നെ യൂട്യൂബ് വരുമാനം എന്ന് പറഞ്ഞാൽ പലവിധ പരസ്യങ്ങൾ വരുന്ന സംഭവമാണ്. അത് അതിന് കിട്ടുന്ന വരുമാനം ഹറാമാണെന്നാണ് ഒരുവിധം സിൻസാർ ഹക്ക് ഉസ്താദിൻ്റെ ഒരു പ്രഭാഷണം അപ്പോൾ അടുത്തും കൂടി ഞാൻ കണ്ടിട്ടുള്ളൂ. യൂട്യൂബ് വരുമാനം ഹറാമാണെന്ന് ഉസ്താദ് പറഞ്ഞു വെക്കുന്നത്. ഇവിടെ കുറച്ച് ഉസ്താദുമാർക്ക്, അതായത് സോഷ്യൽ മീഡിയയിൽ ഒക്കെ ഇങ്ങനെ സജീവമായിട്ടുള്ള ഉസ്താദുമാർക്കൊക്കെ യൂട്യൂബ് വരുമാനം ഹലാലാണ്. ഉസ്താദിനോട് ഇപ്പോൾ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനല്ല ഇത് പറഞ്ഞത്. ഉസ്താദിന് എന്തായാലും ഉറപ്പാണ് നല്ലൊരു സംഖ്യ കിട്ടുന്നുണ്ട്, ഫേസ്ബുക്കിൽ നിന്നും കിട്ടുന്നുണ്ട്, യൂട്യൂബിൽ നിന്നും കിട്ടുന്നുണ്ട്. അത് നിങ്ങളെ വ്യൂസും നിങ്ങളെ വീഡിയോസൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഉസ്താദ് ഒരു 5000 റുപ്യ നിങ്ങൾക്ക് എടുത്തു കൊടുത്തുകൂടിനോ? നിങ്ങളെന്തെങ്കിലും കായ് നിങ്ങൾ ഈ സഹായത്തിന് ഉപയോഗിക്കാതെ നിങ്ങൾ എന്തുകൊണ്ട് ഈ പ്രവാസി മലയാളിനെ കൊണ്ട് കൊടുപ്പിച്ചു? അപ്പോൾ ഹാമിദ് തങ്ങൾ ആ ജനങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന പൈസ ഒന്നായിട്ട് സ്വരൂപിച്ച് എത്തീമക്കളെ കല്യാണം കഴിപ്പിച്ചാൽ ചൂഷണം, പാവപ്പെട്ട എത്തീമക്കളെ കുടുംബങ്ങളെ എന്താ പറയുക ചെലവിന് വേണ്ടിയിട്ട് മാസാമാസം കൊടുത്താൽ അത് ചൂഷണം, വിധവകളും എത്തീമക്കളും ആയ ആളുകൾക്ക് സ്ഥലം വാങ്ങിച്ച് കാണ്ട് 4 സെൻറ്റ് വീതം കൊടുത്ത ചൂഷണം എന്നൊക്കെ പറയുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് ഉസ്താദെ ഈ ഒരു 5000 റുപ്യേൻ്റെ കേസല്ലുള്ളതിന് ഇത്രയും വരുമാനം നിങ്ങൾക്ക് കൊടുത്തുകൂടെ? നിങ്ങൾ അപ്പോൾ ചാമ്പ്യതാരെ പ്രവാസിനെ? ഞാൻ ഈ സഹായിച്ച ആൾ തെറ്റ് ചെയ്തെന്നോ അല്ലെങ്കിൽ സഹായിക്കാൻ ഉസ്താദ് വിളിച്ച് പറഞ്ഞ് തെറ്റ് ചെയ്തൊന്നല്ലേ പറയണത്. ഈ ആദർശം പ്രസംഗിക്കുന്ന ഉസ്താദ് എന്താക്കേണ്ടി ഇനി? അല്ല, നിങ്ങളെന്നെ ചിന്തിച്ച് നോക്കി.
ഹാമിദാറ്റക്കോയ തങ്ങൾ പുറത്തുനിന്ന് ആരെങ്കിലും ഇപ്പോൾ കൊടുക്കുന്ന പൈസ അല്ലെങ്കിൽ സ്വർണ്ണം എല്ലാം കൂടി സ്വരൂപിച്ച് കുട്ടികളെ കല്യാണം നടത്തുന്നത് അങ്ങനെയൊക്കെ ചെയ്ത ചൂഷണമാണ്, പറ്റിക്കലാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അങ്ങനെ ആവുമ്പോൾ ഈ ഉസ്താദ് ഒരു കുടുംബത്തിൻ്റെ സുഭാഷീകരണ നിലമ്പൂരിൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ കണ്ട് വിഷമം തോന്നിയിട്ട് ഉസ്താദ് സങ്കടത്തോടെ അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഉസ്താദ് എന്തിനാ മറ്റേ പ്രവാസിനെ ചാമ്പാ നിന്ന് കോട്ടക്കലിൻ്റെ പ്രവാസിനെ ചാമ്പിയത്? അത് ഉസ്താദ് കൊടുക്കണ്ടേ? അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഉസ്താദ് ചെയ്യണതും ഹാമിദ് തങ്ങൾ ചെയ്യണതൊക്കെ ഒരേ കാര്യമാണ്. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താക്കുകയാണ്, നിങ്ങൾ അതിന് വേറൊരു മയന വെക്കുക, ഹാമിദ് തങ്ങൾ വെക്കുന്നതിന് വേറൊരു മയന വെക്കുക. ആ നിലപാട് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഉസ്താദ് ഇതിൽ പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് ഉസ്താദ് ഒരു ദിവസം വരെ ഉസ്താദിനെ ക്ഷണിക്കുകയാണ്. ഇതിനെക്കുറിച്ചൊന്നും ഉസ്താദ് പറഞ്ഞിട്ടില്ലല്ലോ. ഉസ്താദ് അതിന് ശേഷം 1, 2, 3 വീഡിയോ ചെയ്തു തങ്ങൾക്കെതിരെ. നാലാമത്തിലാണ് എന്താ പറയുക, വദായിൻ്റെ പ്രസംഗം നടത്തി. ഞാൻ നൂർ ഹബീബിനെതിരെ ചെയ്യൂല എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടം പറഞ്ഞല്ലോ. അത് പറയുന്നതിന് മുമ്പ് ഉസ്താദിന് പറഞ്ഞൂടെ, ഇപ്പോൾ ഇതാ ഞാൻ ക്ഷണിക്കുകയാണ്, ഇന്ന തങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്, പക്ഷേ ഞാനവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഇല്ല അവസ്ഥകൾ എന്താ നിങ്ങളോട് പറയേണ്ടി വരും. അപ്പോൾ നിങ്ങളൊക്കെ നൂർ ഹബീബിനെ അംഗീകരിക്കേണ്ടി വരും. ഭയം കൊണ്ട് ഉസ്താദ് എന്താക്കില്ല, അങ്ങോട്ട് വന്നില്ല, ആ ക്ഷണം സ്വീകരിച്ചില്ല. അതാണ് അതിൻ്റെ സത്യം. തെറി കേട്ടത് എന്തിനാണെന്ന് മനസ്സിലാക്കുക, നമ്മൾ കേൾക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കുക. എന്താ പറഞ്ഞാരോ, റസൂലുള്ള തെറി കേട്ടത് എന്തിനാണെന്ന് നമ്മൾ കേൾക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കണമെന്ന്. റസൂലുള്ള ഇസ്ലാം പ്രചരിപ്പിക്കാനും വേണ്ടി പ്രബോധന കാലയളവിൽ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ ഇതിനോട് താരതമ്യം ചെയ്യരുത്. ഏത് തങ്ങളെ ആളുകൾ തെറി പറയണതൊന്നും താരതമ്യം ചെയ്യരുത്. അത് റസൂലുള്ളാഹിനെ മാതൃക ആക്കരുത് എന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ വായന. ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാകണത്. ഉസ്താദെ ഞാൻ പഠിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു കാര്യത്തിലും മാതൃക ആക്കേണ്ടി റസൂലുള്ളാഹിനെയാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ റസൂലുള്ളാഹിനെ പറ്റിയിട്ട് പറയാം, നിങ്ങൾക്ക് മാത്രം കുറച്ച് ആൾക്കാർക്ക് തീർ എഴുതി തന്നു കട്ടിപ്പേറാവകാശം റസൂലുള്ളാഹിൻ്റെ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ? അല്ലല്ലോ. ഹാമിദ് തങ്ങൾ റസൂലുള്ളാഹിനെ മാതൃകയാക്കി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താ പ്രശ്നം? എന്താ ഇതിന് ഇയാൾ പറഞ്ഞ വേറെ കാര്യമുണ്ട്. മൂസാക്കാനെയും ചന്ദ്രാപ്പള്ളി മൂസാക്ക ഇയാൾ അളിയനറ്റേ തോന്നുന്നത്. അതിനോട് ഉപമിക്കരുത്. മൂസാനബിയും ചന്ദ്രാപ്പള്ളി മൂസാക്കയും രണ്ടാണ്. കണ്ടോ, മൂസാനബി പറഞ്ഞാൽ അള്ളാഹു പ്രബോധനത്തിന് അയച്ച പ്രവാചകനാണ്. പക്ഷേ ചന്ദ്രാപ്പള്ളി മൂസാക്ക പറഞ്ഞാൽ ഈ ഉസ്താദിൻ്റെ അളിയനാണ്. അല്ലാതെ എന്താ അതിനൊക്കെ പറയാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു തങ്ങളോട് വിളിച്ചിട്ട് മൂപ്പര് പറയണേ, തങ്ങളോട് വിളിച്ചിട്ട് അത് തെറ്റാണ്. തങ്ങൾ വിളിക്കുമ്പോൾ മൂപ്പര് പറയണത് എന്താ, തങ്ങളോട് എനിക്ക് ഭയങ്കര ബഹുമാനമാണ്, ആദരവാണ്, തങ്ങൾ എന്നെ ചീത്ത പറഞ്ഞാലും ഞാനൊന്നും തിരിച്ച് പറയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കി പറയാം. ചീത്ത പറയില്ല എന്നുള്ളൂ. ഇനി ഉസ്താദ് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താരോ, ഈ സംഭവമൊക്കെ നടക്കുന്നത് ഇത് കണ്ടില്ലേ, ഈ കെട്ടിയ സമയത്താണ് ഈ ഒരു പൈസറിൽ നടന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് അതിൻ്റെ ജോലി കഴിഞ്ഞോടുകൂടി ആ സംഭവം കഴിഞ്ഞ് പോയിട്ടുണ്ട്. അതിന് ശേഷം ഉസ്താദ് എത്ര വീഡിയോകളിൽ വന്നിട്ട് ഈ തങ്ങളെ ട്രോളിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒന്നും വേണ്ട, അയാളെ പേരെന്താ, സിറാജുദ്ദീൻ ലത്തീഫിയോ, പെണ്ണുങ്ങളെ പെരയെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാണ്ട് വാസി പിടിച്ചിട്ട് പെണ്ണുങ്ങൾ മരിച്ചുപോയി, ഇപ്പം അയാൾ ജയിലിലാണ്. അയാൾക്കെതിരെ ഈ എന്താ പറയുക, ഈ സുഹൈർ ഉസ്താദ് എന്താക്കിയൊരു വീഡിയോ ചെയ്തു. അതിൽ ചാമ്പായിരിക്കാ തങ്ങൾക്ക് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ആ സബ്ജക്റ്റ് പറയാമെന്ന് അത് പറഞ്ഞ് പോകണ്ടേ? അപ്പം നിങ്ങളുടെ ഉദ്ദേശം എന്താ? ഏട്ടായിക്കൂടെ കെട്ടുകെട്ട് വന്നേന്ന്, എന്നിട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് അയക്കാൻ നമ്മൾ വരുന്നുണ്ട്. യൂട്യൂബ് ഔലിയാക്കന്മാരുടെ കാലമാണ്. എന്തെല്ലാമാണ് ഇവിടെ നടക്കുന്നത് ഈ കൊച്ചു കേരളത്തിലെ, എന്തെല്ലാമാണ് നടക്കുന്നത്. എന്തൊക്കെയാണ് നടക്കുന്നത് നിങ്ങൾ കാണില്ലേ? നിങ്ങളല്ലേ ഇതിനൊക്കെ ദുരിതരേനും മറുപടി പറഞ്ഞ് യൂട്യൂബ് കൂടി ഫേസ്ബുക്ക് കൂടി പൈസ ഉണ്ടാക്കുന്ന ആള്. ഇപ്പം നിങ്ങൾക്ക് അറിയണമില്ല ഇപ്പം എന്താ? നമുക്കറിയാമയ്യ എൻ്റെ പൊന്നോ. ഒരു ഭാഗത്ത് കൊടി കുത്തുന്നു, അതിൽ ചുറ്റും റിങ് കെട്ടുന്നു, ആളുകൾ പണമിടുന്നു, ഉപഭോക്താവ് കൊടി കുത്തി വാഴുന്നു. മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് ഇവരെ പ്രശ്നം. ഒരു ഭാഗത്ത് കൊടി കുത്തുന്നു, അതിന് റിങ് കെട്ടുന്നു, അതൊക്കെയാണ് ഉസ്താദിൻ്റെ പ്രശ്നം. അല്ലാതെ ചുരുക്കി പറയുകയാണെങ്കിൽ പിന്നെ തങ്ങൾക്ക് പൈസ കിട്ടുന്നു, അതാണ് നിങ്ങളെ കേസ് അല്ലേ? അല്ലെങ്കിൽ ഈ സിറാജുദ്ദീൻ ലത്തീഫിൻ്റെ ഭാര്യ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ എന്തിനാണ് അതിൽ നടുവിൽ ഹാമിദ് തങ്ങൾ എന്തിനാ? ഇപ്പോൾ തങ്ങളെ വീട്ടിലൊരു പെണ്ണ് വന്ന് ഇളകിയൊരു വിവാദം ഉണ്ടായിന്. ഒരു എന്താ പറയുക, ഒരു മാനസിക അസ്വസ്ഥത കാണിച്ചു ലൈവ് നിന്ന് ഇറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രശ്നം ഉണ്ടായിനല്ലോ. അന്നും തങ്ങളെന്താ പറഞ്ഞത്? ഞാൻ അവരോട് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഹോസ്പിറ്റലിൽ പോകേണ്ട രോഗങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കാണിക്കണം എന്ന നിലപാടാണ് തങ്ങൾക്ക് പല വീഡിയോകളിലൂടെ പറയുന്നത്. നിങ്ങൾ കണ്ടാലും നിങ്ങൾ കണ്ടതായി നടിക്കൂലല്ലോ. അപ്പോൾ ഈ നേക്കിന് എന്താക്കുക, സിറാജുദ്ദീൻ ലത്തീഫിൻ്റെ കാര്യം പറയുമ്പോൾ തങ്ങൾക്കിട്ടൊരു ചവിട്ട്. അതല്ലേ ഉസ്താദിൻ്റെ ഉദ്ദേശം? കൊച്ചു കള്ള. അത് ഇനി ബാക്കി പറഞ്ഞേ കൊണ്ടിട്ടോ.
മറ്റൊരു ഭാഗത്ത് ആധുനിക ഔലിയാക്കന്മാർ പറയുന്നത് അന്ധമായി അനുധാവനം ചെയ്തു ഒപ്പം ജീവിച്ച സഹധർമ്മിക്ക് ജീവഹാനി സംഭവിക്കുന്നു. നമ്മളൊന്നും പറയുന്നില്ല, നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ മൊത്തം പ്രശ്നമാകും. നമുക്കതിനുള്ള വിവരമില്ലല്ലോ. അത് നിങ്ങൾ അങ്ങനെ തുറന്ന് സമ്മതിക്കരുത്. നിങ്ങൾക്ക് ഇൽമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. നിങ്ങൾ പറഞ്ഞ ഈ കാര്യം സത്യം. നിങ്ങൾക്ക് ആ വിവരം തന്നെ സാധനമില്ല. വിവേകബുദ്ധി അതുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഉസ്താദേ, ആ നൂറ് ഹബീബ് മജ്ലിസ് നടക്കുന്ന സ്ഥലത്ത് ഒരുപാട് പണ്ഡിതന്മാർ വരുന്നുണ്ട് അല്ലേ? ഈ പണ്ഡിതന്മാരൊക്കെ വിവരമില്ലാത്ത ആൾ, നിങ്ങൾ പഠിച്ച് മാത്രം വിവരും, അങ്ങനെ ചിന്തിക്കുന്ന ആളല്ലേ നിങ്ങൾ അല്ലേ? നിങ്ങളൊന്ന് ഇരുത്തി ചിന്തിച്ച് നോക്കി. ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നു, അതിലൊരു 10,000 ആളുകൾ പുരുഷന്മാർ, ബാക്കിയൊക്കെ സ്ത്രീകൾ, അങ്ങനെ തന്നെ വെക്കുക. ഈ സ്ത്രീകളെല്ലാവരും നിങ്ങൾ പറഞ്ഞ കൂട്ടത്തേക്ക് നമുക്ക് തൽക്കാലത്തേക്ക് മാറ്റി വെക്കുക. അവിടെ എത്ര കിതാബ് ഓതി പഠിച്ച് നല്ല ബുദ്ധിയും വിവേകവുമുള്ള ആളുകൾ വരുന്നുണ്ട്. ഇവരൊക്കെ മണ്ടന്മാർ. അവിടെ നടക്കുന്നത് പിന്നെ അനാചാരമാണ്, അതേമാതിരി അന്ധവിശ്വാസമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് വരുന്ന ആളുകൾ. നിങ്ങൾ 4 ആൾക്കാർ, ഈ തങ്ങളെ വിമർശിക്കുന്ന ആൾക്കാർ മാത്രം എന്താണ് വലിയ സുജായിയാണ്. അങ്ങനെയല്ല നിങ്ങൾ ചിന്താഗതി. ഇനി നിങ്ങൾ ഒരു തവണയെങ്കിലും അവിടെ വന്നിട്ട് ഇത് നടക്കുന്നത് ശരിയല്ല എന്ന് പറയാൻ മനസ്സ് കാണിച്ചിട്ടുണ്ടോ? കാരണം എന്താ, അവിടെ വന്നു കഴിഞ്ഞാൽ ഹക്ക് മനസ്സിലാവും. അപ്പോൾ ജനങ്ങളോട് അവിടെ ഇങ്ങനെയല്ല, ഇതാണ് നടക്കുന്നത്, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കട്ട് ചെയ്ത് കാണുന്ന വീഡിയോകൾ സംഭവങ്ങളല്ല എന്നുള്ളത് തുറന്ന് പറയേണ്ടി വരും. അതല്ല നിങ്ങളൊക്കെ പ്രശ്നം. അതല്ല നിങ്ങൾ ആരും അങ്ങോട്ട് വരാത്തത്. നിങ്ങൾ ഫസ്റ്റ് വീഡിയോ ചെയ്തതിൻ്റെ പിറ്റേന്ന് നിങ്ങൾ ഫോൺ ചെയ്തില്ലേ? ഫോൺ ചെയ്തിട്ട് എന്താ തങ്ങൾ പറയണത്? വീട്ടിലേക്ക് വരി, ഇവിടെ എന്താ നടക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കി എന്നല്ല പറയണത്. പക്ഷേ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള എന്തില്ല, സമയമില്ല, അതല്ലെങ്കിൽ മനസ്സില്ല. അതാണ് അതിൻ്റെ അവസ്ഥ. ബാക്കിയും കൂടി ഒരുപാട് വീഡിയോ ലെങ്തായി പോകും. ബാക്കിയും കൂടി വേഗം പ്ലേ ചെയ്തിട്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഞാനും വിടുന്നില്ല. ഞാനൊരു കൊടിയൊക്കെ കുത്തി റിങ്ങൊക്കെ കെട്ടി അവിടെ പിന്നെ ഇതിമൊരു കൂളിംഗ് ഗ്ലാസ് ഉണ്ടെന്ന് നിർത്തി. ഉസ്താദിനോട് പറയുമ്പോൾ ഉസ്താദ് കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ട് പറയണം. അപ്പോൾ ഇച്ചൊന്ന് ഇങ്ങനെ ലുക്കിൽ പറയാനും വേണ്ടിയിട്ടാണ്. ഏടെ അറിയോ, ആദ്യം അങ്ങനെ കൊടുത്തിട്ട് നിർത്തിട്ട് വേദന ഒരു മിനിറ്റ് കേട്ടോ. ഞാനിത് പറയും വെച്ച് ഒരു കൂളിംഗ് ഗ്ലാസ് കിട്ടിട്ട് കുളിർമേൽ പറയാനൊരു പൂതി, അതുകൊണ്ടാണ്. ടോളി യാ തുടക്കട്ടെ കേട്ടോ. എന്താ പറയുക, നമ്മളിതൊന്നും ഉപയോഗിക്കലൊന്നുമില്ല. ലോങ് യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ബൈക്കിലൊക്കെ പോകുമ്പോൾ നിട്ടുന്ന എന്തായാലും ഇരുന്നോട്ടെ. പക്ഷേ കയ്യിലെങ്ങനെ ഉണ്ട് നോക്കി അത് കട്ടെ ലുക്കല്ലേ. ആ പുസ്തകം കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ കൂളിംഗ് ഗ്ലാസ് ഇട്ട് മോശമാക്കാൻ പാടില്ല. ഞാനിതെല്ലാം കൊണ്ട് തുടങ്ങാൻ പോവാം. നിങ്ങളെന്നെ ഇട്ടേച്ച് പോരുത്, എനിക്ക് അതേ പറയാനുള്ളൂ. കള്ളത്തി ബാപ്പ, ഇതിലെന്താ രസം എന്നറിയോ ഉസ്താദ്? സത്യത്തിൽ ഇത് ട്രോളാണ്. ഇതിപ്പോൾ ഉസ്താദെ കുറച്ച് ആളുകൾ ഈ ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് നിങ്ങൾ കൊടിമരം തുടങ്ങാൻ പോവുകയാണെന്നുള്ള ഭാഗം മാത്രം ഇട്ടാൽ കുറച്ചെങ്കിലും ആളുകൾ എന്താക്കും? എല്ലാവരും ഒന്നും ഉണ്ടാവില്ല. എല്ലാവരും ഉസ്താദിനെ കുറിച്ച് അറിയണ ഒരുവിധ ആളുകളൊക്കെ എങ്ങനെ മനസ്സിലാക്കും? അത് ഉസ്താദ് തങ്ങളെ ട്രോളാനും വേണ്ടിയിട്ട് ചെയ്തതാണെന്ന് മനസ്സിലാക്കും അല്ലേ? എന്നാലും ചുരുക്കം ശതമാനം ആളുകൾ എന്ത് മനസ്സിലാക്കും? ഇയാളും തുടങ്ങാൻ പോവാണ് ഈ കൊടിമരം എന്ന് മനസ്സിലാക്കൂലേ? ഉസ്താദ് സത്യത്തിൽ ഫസ്റ്റ് ഇട്ട വീഡിയോയിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഇതന്നെയല്ല സംഭവിച്ചിട്ടുള്ളത്. തങ്ങൾ പറഞ്ഞ കാര്യം എന്താണെന്ന് ഉസ്താദ് എന്താക്കിയില്ല, മുഴുവനായിട്ട് ജനം കിട്ടുന്നത്. പക്ഷെ ഉസ്താദ് അതിൻ്റെ നടുവിൽ ഞാനറിയില്ല എന്ന് തങ്ങൾ പറയുന്ന ഭാഗം കട്ട് ചെയ്യാൻ വിട്ടുപോയി. അതല്ലേ സംഭവിച്ചത്? ഏതായാലും ജീവിക്കണ്ടേ, ഒരു മാർഗമില്ല. ഈ പള്ളിയിൽ കിടന്ന് നമ്മളിങ്ങനെ കണ്ടോ, ജീവിക്കണ്ടേ, ഹേ അതാ ചോദിക്കണേ. ജീവിക്കണം ഹേ എന്ന് എനിക്ക് പറയാല്ലേ. പള്ളിയിൽ കിടന്നിട്ട് എന്തോ കിട്ടില്ല എന്ന് പറയട്ടെ. നോക്കുക, ഒരു മാസക്കാലം ഇങ്ങനെ തുഴഞ്ഞാല് ഒരു കരയിൽ നിന്ന് മറുകരയെത്താൻ എന്തെല്ലാം പാടുപെടണം, സത്യം എന്തെല്ലാം ബുദ്ധിമുട്ടണം. കല്യാണക്കാർ, വരവാസോലിക്കാർ, ഇവർക്കെല്ലാം കൊടുത്തു തീർക്കണ്ടേ? വേണം ഉസ്താദെ. പക്ഷേ നിങ്ങൾ പറഞ്ഞ മാതിരി പള്ളിയിൽ നിന്ന് കിട്ടുന്ന കുറവ് തന്നെ കാരം. എനിക്കും ഏകദേശം കുറച്ച് പള്ളിനീട്ടൊക്കെ ചെറുങ്ങനെ ബന്ധമില്ല ആളെ, വലിയ നിങ്ങളമാതിരി വലിയ ആളല്ലല്ലോ. ചെറുങ്ങനൊക്കെ ഇടയ്ക്കൊക്കെ പള്ളിയിൽ പോയില്ല, ആ ഒരു പരിചയമായിട്ട് പറയാം. ശമ്പളം കുറവ് തന്നെ കാരം. പക്ഷേ യൂട്യൂബിൽ നിന്ന് നല്ല കിട്ടില്ല, പൈസ കിട്ടുന്നുണ്ടോ അല്ലേ? അത് എന്താണ് നിങ്ങൾ പാവങ്ങൾ കൊടുക്കാത്തത്? നേക്കിനെടുത്ത് വെച്ചിക്കല്ലേ. ഹാമീദങ്ങൾ ചികിത്സക്ക് വരുന്ന പൈസയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ആവശ്യമില്ല ഇത് മാറ്റി വെച്ചിട്ട് മിച്ചം വരുന്ന പൈസ അടക്കം, ജനങ്ങൾ കൊടുക്കുന്ന പൈസ അടക്കം എന്തിനുപയോഗിക്കുകയാണ്? ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണ്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളായി ഉപയോഗിക്കുകയാണ് അല്ലേ? അപ്പോൾ ജനങ്ങൾ എന്താക്കുന്നു? തങ്ങളെ അംഗീകരിക്കുന്നു, തങ്ങൾക്ക് ജനസമ്മതി കൂടുന്നു. അതല്ല നിങ്ങളെ വിഷമം സത്യത്തിൽ. ഇതാകുമ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഈ കിണറിൽ നിറയുന്ന പൈസ മതി. അള്ളാഹുവെ മഴ പെയ്ക്കലിടക്കുന്നു, പൈസ താഴെ പോകും. ഇല്ലേ, കിണറിൽ വീണ പൈസ താഴേക്കൊന്നും പോകില്ല. മഴ പെയ്താലും ഒന്നുകിൽ അതിങ്ങനെ പൊന്തി നിൽക്കുകയുള്ളൂ, പോകില്ല, പേടിച്ചണ്ട.
നിങ്ങൾ ഉണ്ടായിക്കോളേ, കിണറോ കുളോ നിങ്ങൾ എന്തുണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഈ കിണൽ വീഴുന്ന പൈസ മതി ഒരു വർഷത്തേക്ക് ചെലവിനുള്ളതാവും. അപ്പോൾ എല്ലാവരും സഹകരിക്കണം. ഇൻഷാ അല്ലാഹ് ഞാനൊരു പുതിയ കൊടി കുത്തുന്നുണ്ട്, ആരും മുങ്ങിക്കളയരുത് ഇൻഷാ അല്ലാഹ്. ശരി 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 നിങ്ങൾ കൊടി കുത്തി കേട്ടോ, ആരും മുങ്ങൂല. ഇതൊക്കെ എന്താ പറയുക, ട്രോള് രീതിക്കാ ചെയ്യുന്നതെങ്കിലും ഉള്ളിൽ പുറത്തേക്ക് വരികയാണ്. കാരണം ഹാമിദ് തങ്ങൾ എന്ത് ചെയ്താലും എന്താണ്, തങ്ങൾക്ക് പൈസ ഇല്ല. കാര്യം പറഞ്ഞാൽ എന്താ, തങ്ങൾ എന്ത് ചെയ്താലും പൈസ. അപ്പം അതിൻ്റെ ഒരു വിഷമം കരഞ്ഞങ്ങോട്ട് തീർത്തോളി. അത് മൗലവിമാരായാലും ശരി, ഉസ്താദുമാരായാലും ശരി, ആരായാലും ശരി. ഇനി അവസാനം നമ്മൾ എന്താ പറയുക, വിടവാങ്ങൽ പ്രസംഗത്തിന് ശേഷം പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ തങ്ങൾ പറയുന്ന കാര്യങ്ങളും കൂടി നമ്മൾ ഇട്ടിട്ട് നമ്മൾ നിർത്തുകയാണ്. നമ്മൾ പൈസ ഇട്ടു, നമ്മൾ പറഞ്ഞു അത് ആരാധിക്കരുത്, അതിൽ പൈസ ഇടരുത്, പൈസ ഇടരുത്. ഇങ്ങനെ പൈസ ഇടുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ, അതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മനസ്സിലായോ? തങ്ങൾ അതിലേതാ പറയണത്, പൈസ ഇടരുത്, ആരാധിക്കരുത് എന്ന് തങ്ങൾ പറഞ്ഞു. എന്നിട്ടും ആളുകൾ ഇട്ടു. നമ്മളെന്താ ചെയ്യുക? പക്ഷേ അത് ഏത് സമയത്താണെന്നും കൂടി ഉസ്താദ് ഇപ്പോഴും വീണ്ടും വീണ്ടും ഞാൻ പറയണേ, അതിൻ്റെ പണി നടന്നു കൊടുക്കുന്ന സമയത്ത് തേക്കാത്ത ആ കൊടിമരല്ലേ നിങ്ങൾ അതിന് ചുറ്റും കെട്ടിയ കെട്ടല്ലേ നിങ്ങൾ കാണിച്ചിനി. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചെന്നല്ലോ, ഇതിലെവിടെ പൈസ ഇടുക, അവിടെ പൈസ ഇടാൻ എത്രങ്ങാനും കുറ്റിയുണ്ട്, അതിൽ ആൾക്കാർ ഇട്ടോളൂലേ. നിങ്ങൾ അതിൻ്റെ ബാക്കിൽ സൈക്കിൾ എടുത്ത് അതിമൊന്ന് ഇറങ്ങിയ സൈക്കിളും വന്നേ, എന്നിട്ട് എന്താക്കി അവിടെ വന്നിട്ട് എന്താണ് അവിടുത്തെ സ്ഥിതിഗതികൾ എന്നൊക്കെ മനസ്സിലാക്കി കേട്ടോ. ഞാനൊരു ലൈവിൽ പറഞ്ഞു, അതിൽ പകുതി കട്ടാക്കിയിട്ട് അയാൾ രണ്ടെണ്ണാൾ ഞാൻ പറഞ്ഞ തന്നെ തങ്ങളും പറഞ്ഞു. ഉസ്താദിനെ തൽക്കാലം നിർത്തുകയാണ്. നിങ്ങളോട് വേറെ സങ്കടകരമായൊരു കാര്യം കൂടി പറയാണ്. നമ്മളൊരു സുഹൃത്തുണ്ട്, ഇത് പറയുമ്പോൾ ചിലപ്പോൾ കണ്ണീര് വരും. അപ്പോൾ കൂളിംഗ് ഗ്ലാസ് ഇട്ടാലും നിങ്ങൾക്ക് കണ്ണീര് കാണൂല. ഇനി പിന്നെ തങ്ങളെ പറ്റി പറഞ്ഞ ഒരു വിക്സ് ഒക്കെ വാങ്ങിക്കേണ്ടി വരും ഞാൻ. എന്തിന്, പിന്നെ കണ്ണീര് കാണിക്കാൻ വിക്സിക്കൊക്കെ നമ്മൾ വരുന്നുണ്ട് കേട്ടോ ഇൻഷാ അല്ലാഹ്. അത് എനിക്കൊരു പിന്നെ ഒരു ഇട കിട്ടാത്തതുകൊണ്ട് ഒരു ചെറിയൊരു ഇടവേള കിട്ടുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ അതിൽ ഷൂട്ട് ചെയ്ത് വിക്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു വേറൊരു സുഹൃത്തുണ്ട്, നിങ്ങൾക്ക് അറിയുന്ന ആളായിരിക്കും, മുഷ്താഖ് കണ്ണൂർ. അപ്പോൾ അൻസാരി സുഹരി ഈ ഹാമിദ് ആറ്റക്കോയ തങ്ങൾക്കെതിരെ വീഡിയോ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് മനംനൊന്ത് ഒരു കടുത്ത തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തീരുമാനം കൂടി കേട്ടിട്ട് നമ്മളെന്താക്കുകയാണ്, നിർത്തുകയാണ്. ഇനിയും ചിന്തിക്കാൻ കഴിയില്ലാത്ത ആളുകൾ ചിന്തിക്കണ്ട, മനസ്സിലാക്കാൻ കഴിയില്ലാത്ത ആൾക്കാർ മനസ്സിലാക്കണ്ട. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇനിയും ഇയാളെ ബേക്ക് 100,000 വീട് ചെയ്യാൻ എനിക്കും സമയമില്ല, താല്പര്യമില്ല. നമ്മളിത് എങ്ങനെ സഹിക്കുക? മുസ്താഖ് കണ്ണൂർ നിർത്തിയല്ലോ. മുസ്താഖ് കണ്ണൂരും ഹാമിദ് ആറ്റക്കോയ തങ്ങൾക്കെതിരെ വീഡിയോ ചെയ്യൽ നിർത്തി, അൻസാരി സുഹരി നിർത്തി. ഇപ്പോൾ എന്താ ചെയ്യല, കേരളത്തിലെ ജനങ്ങളൊക്കെ ആകെ പ്രയാസപ്പെടും നൂറെ ഹബീബിനെതിരെ വരെ വീഡിയോ ഇല്ലാത്തതുകൊണ്ട്. ഇനി എന്തായാലും ഒരു സന്തോഷ വാർത്ത കൂടി പറഞ്ഞല്ലോ, നിങ്ങൾ കരയിപ്പിച്ച് പോകാൻ എനിക്ക് അതിൽ താല്പര്യമില്ല. നമ്മളെ ആമിനെത്താത്ത നിങ്ങൾ മറന്നുപോയോ? ആമിനെത്താത്ത നമുക്ക് കമൻറ്റ് ഇട്ടിക്കണേ, ആ കമൻറ്റും കൂടി ഇത് വായിച്ചിട്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇത് വായിക്കണമെങ്കിൽ കുറച്ച് ടാസ്ക്കാണ്, എന്നാലും ഞാൻ വായിച്ചുതരാം. ഞാൻ പോയിട്ട് എനിക്ക് ഉണ്ടായ അനുഭവം ആണ് പറീനെ, അതായത് പറഞ്ഞേ അങ്ങനെ ആയിരിക്കും. അതിന് നിന്നെ അല്ലല്ലോ പറഞ്ഞത്, പിന്നെന്താ നിനക്ക് കുഴപ്പം? ഇതുപോലെ വേറെ കുറേ ആളുകളും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്, ചിലർക്ക് നല്ല അനുഭവവും. അവനെത്താത്ത കള്ളത്തിയെ സത്യം അറിയാതെ ഇങ്ങനെ പറഞ്ഞു, ചിലർക്ക് നല്ല അനുഭവവും. ഇത് എല്ലാ ആൾക്കാർക്കും നല്ല അനുഭവം എന്ന് പറഞ്ഞാൽ അവിടെ വരുന്നതേ രോഗമുള്ള ആളുകളൊക്കെ അല്ലേ. അപ്പോൾ എല്ലാവരും ഇത് മാറ്റിക്കഴിഞ്ഞാൽ തങ്ങൾ ഇത് മാത്രം പോരെ, പിന്നെ ഡോക്ടർമാർ ഹോസ്പിറ്റലൊന്നും വേണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കൊക്കെ മാറുന്നൊന്നും തങ്ങളും പറയില്ലല്ലോ, എല്ലാ അസുഖം മാറ്റും തങ്ങൾ പറഞ്ഞിരിക്കണോ? ഇല്ല. തങ്ങൾ എന്തെങ്കിലും ചൊല്ലാനോ പറയാനോ അല്ലെങ്കിൽ മന്ത്രിച്ചുതാനോ എന്താ വെച്ചാൽ പറഞ്ഞു കൊടുക്കും. അള്ളാഹ് അനുഗ്രഹിച്ചാൽ മാറും. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ട അസുഖിക്കാരും അത് ഹോസ്പിറ്റലിൽ പോകും കേട്ടോ. ചിലർക്ക് നല്ല അനുഭവം. നിൻ്റെ ചാനലിൽ വന്നൊന്നും ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ. എന്താ താത്ത പറഞ്ഞു, എൻ്റെ ചാനലിൽ കൊണ്ട് വന്നിട്ട് നിങ്ങളൊരു വീഡിയോ ഇടട്ടെ ചോദിച്ചാൽ ഞാൻ നട്ടോളി അറിഞ്ഞ് ഇടുതരാം, മണിക്കക്കല്ലേ പുകിലേ എന്നിട്ട് പറയുമ്പോഴേ നിങ്ങൾക്ക് ചാനലിൽ എൻ്റെ തുറന്നു തരാം. നിങ്ങൾക്ക് പോയി അവിടെ നന്ദല്ലാത്ത വർത്താനം പറഞ്ഞിട്ട് എൻ്റെ ചാനലിൽ എങ്ങനെ നിങ്ങൾക്ക് പിന്നെ വീഡിയോ ഇടാൻ പറ്റുമോ? പിന്നെന്താ നിനക്ക് ഇത്ര ഇളക്കം? എനിക്ക് ഇളക്കമൊന്നുമില്ല, നല്ല ഉറച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ എന്തെങ്കിലും
പാട്ട് പാടിയിടും, പല വേഷത്തിലും എന്തേലും ഉണ്ടേൽ നേരിട്ട് വാ, ബാക്കി പറഞ്ഞു തരാം. ഓക്കെ ഇൻഷാല്ലാ. ആമിനത്താത്തത് കേൾക്കുകയാണെങ്കിലേ നിങ്ങളെ അഡ്രസ്സോ അല്ലെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ നമ്പറോ തരി, നേരിട്ട് തന്നെ കാണാം. അത് നിങ്ങൾ വിചാരിച്ചാൽ ഇങ്ങനെ ഇളകിയിട്ട് കരാട്ട കുൻഫു കളരിപ്പയറ്റിനൊന്നല്ല, നമുക്ക് സംസാരിക്കാം. ഞാൻ വീഡിയോ എടുക്കും, എന്നിട്ട് പറ്റുകയാണെങ്കിൽ എനിക്ക് കുറച്ച് കാഴ്ചക്കാരെ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾ ഇപ്പുറത്തുനിന്നൊരു ക്യാമറ നിങ്ങളും വെച്ചോണ്ടി, നിങ്ങളും എടുത്തോണ്ടി വീഡിയോ ഇടി. നിങ്ങളെ ചാനലിലൂടെ ഞാൻ എൻ്റെ ചാനലിലൂടെ പൊള്ളിക്കാൻ മതി ഇൻഷാല്ലാ. ഏതായാലും അടുത്ത വീഡിയോയിൽ കാണും വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.